ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ 160 വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ സൈഡിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ വരുമ്പോഴല്ലോ, ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം അതിൻ്റെ ഇവിടെ പല്ലുകളൊക്കെ തേഞ്ഞിട്ട് നല്ല രീതിയിൽ പൂർത്ത കണ്ടീഷനിൽ നിൽക്കണേ. തന്നെയല്ല നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്താലും വീണ്ടും സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതേപോലെ നമുക്ക് ഈ വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ കട്ടകൾ പൊട്ടിക്കിടക്കുകയാണ്, ഡാമ്പർ റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററും കാർബറേറ്റർ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. കാരണം ഞാൻ മൈലേജ് ഷോർട്ടിൻ്റെ കേസ് പറഞ്ഞത് മൈലേജ് കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണം, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, വലിയ പഴക്കമായിട്ടില്ല. വെൽ ഫിൽറ്റർ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അതന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തൊക്കെ 2023 മോഡൽ ബാറ്ററിയാണ് ആമറോണിൻ്റെ. 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. കാരണം ഞാൻ അതിനകത്ത് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. പക്ഷേ നമുക്ക് സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ഓൾറെഡി വാറണ്ടി പീരീഡിലാണ്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വാറണ്ടിക്കായിട്ട് അയക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഡാമേജ് കാണിച്ചാൽ വലിയ താമസിച്ചാണ്ട് സെൽഫ് പ്രോബ്ലം കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് 2023 മേക്കാണ് ഇത് നമുക്ക് കാണുന്നത്. അതിൻ്റെ ഇയർ പഞ്ച് ചെയ്തേക്കണത് കേട്ടോ. വാറണ്ടി പീരീഡ് ഉള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് വാറണ്ടിക്ക് അയക്കേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പാഡ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് നമ്മൾ അഴിച്ച് മാറ്റി കാലിപ്പർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ MC സബിൻ്റെ ഇവിടെ ഈ ഉള്ളിൽ തന്നെ പിസ്റ്റൺ ചെറിയ ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ശരിക്കും ബ്രേക്ക് ഒരു കല്ലപ്പ് കാണിക്കുന്നത്. അതായത് ഒരു നല്ല ടൈറ്റ് എടുത്തിട്ട് ബ്രേക്ക് പിടിച്ചാലാണ് ബ്രേക്ക് കിട്ടുന്നത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ MCയുടെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റിൻ്റെ ടൈറ്റാണത്. അത് നമുക്ക് അത് മാത്രമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഫുള്ളായിട്ട് അയക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ കേബിളാണത്. ഈ വന്ന ഭാഗം ഇവിടെ ഈ ഹാൻഡിൽ തിരിയണ പോർഷനിൽ ഇവിടെ പൊട്ട് വീണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിളൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങി ഇനി കൂടുതലായിട്ട് ടൈറ്റ് കാണിച്ച് കംപ്ലയിൻറ്റ് കൂടുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അതേപോലെ തന്നെ ഈ പ്ലഗും ഒന്ന് മാറ്റിയിടാം, കാരണം ഓൾറെഡി മൈലേജ് ഷോർട്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ആ മൈലേജ് ചെക്ക് ചെയ്ത് നോക്കാം. അതനുസരിച്ചിട്ട് ആവേണ്ടതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. മൈലേജ് കയറി വരേണ്ടതാണ് കേട്ടോ. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ചെയിൻ സ്പോക്കറ്റ് മനുണ്ട്, ബ്രേക്ക്, വീലിൻ്റെ ഡാമ്പർ റബ്ബർ, എഞ്ചിൻ ഓയിൽ, പ്ലഗ്, ആക്സിലേറ്റർ കേബിൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി ഉള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ